ഹായ് എവരി വൺ, വെൽക്കം ടു റിറ്റ്സ് ട്രെൻഡ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ചെയ്ത കുറച്ച് കേക്കുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു സദ്യ കേക്കാണ്. സദ്യ കേക്കും നമ്പർ കേക്കും കൂടി ഒരു ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. 30th ആനിവേഴ്സറി ആയിരുന്നു. അതിൽ നമ്പർ കേക്ക് വളരെ സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അത് വെറും ബ്രെഡ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം മോഡലിൽ ചെയ്തിട്ടാണ് ആ 30 എന്നുള്ള നമ്പർ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ സദ്യ കേക്കിൽ എല്ലാ സ്വീറ്റ്സും നമുക്ക് എഡിബിളായിട്ടുള്ള ചോക്ലേറ്റ്സ് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഒരു കാർ കേക്കാണ്. ഇത് ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു കേക്കാണ് കേട്ടോ. 1/2 കിലോ ഉണ്ടാവുള്ളൂ കേക്ക്. അപ്പോൾ കാറ് ഒരു ബ്ലൂ കളറിൽ പിന്നെ വൈറ്റും കോമ്പിനേഷൻ കൊടുത്തിട്ട് ആ വീൽസ് മാത്രം ചോക്ലേറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ കേക്കാണ്. ഇതൊരു ബട്ടർഫ്ലൈ കേക്കാണ്. ഒരു വിത്ത് കുറച്ച് കപ്പ് കേക്ക്സും അതേപോലെ തന്നെ കേക്ക് പോപ്സും അതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പല പല കളർ കോമ്പിനേഷൻ 2 കേക്ക് വെച്ച് ചെയ്തതാണ്. ഡോളിനെ നമ്മൾ കംപ്ലീറ്റ് ബട്ടർഫ്ലൈ ആക്കാതെ ഡോളിനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. ഇതിൽ യെല്ലോ, അതേപോലെ മഞ്ഞ, അതേപോലെ ബ്ലൂ, വൈറ്റ് ഇത്രയും കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് ചെയ്തത്. ഒരു കുഞ്ഞി ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒത്തിരി കൂടിയും കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അതിലൊരു നടുക്കാണ് റോസ്, പിന്നെ മുകളിൽ മഞ്ഞ, നീല, വെള്ള ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സിമ്പിൾ നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. ഇത് 1 kg ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും അതിൽ ചെയ്യാൻ പോയില്ല. നടുക്ക് ആ ഡോളിനെ വെച്ചിട്ട് ഞാനൊരു 2 കേക്ക് കമ്പൈൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് അത് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ തന്നെ കട്ട് ചെയ്ത ഭാഗം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേക്ക് പോപ്സ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കി കൊടുത്തത്. ഒരു നല്ല കേക്കായിരുന്നു. പിന്നെ ഇത് ഒരു ബനാന കേക്കാണ്. വിളയിച്ച ബനാന കൊണ്ട് ഉണ്ടാക്കിയ കേക്ക്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലെയർ കംപ്ലീറ്റ് സ്റ്റാക്ക് ചെയ്തേക്കുന്നത് ബട്ടറിൽ വിളയിച്ച ബനാനയാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റായിരുന്നു ഈ കേക്കിന്. ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ മുകളിൽ കൊടുത്തത്. ഇത് ഒരു നോർമൽ വാനില കേക്കാണ്. പ്രത്യേകിച്ച് അധികം പ്രത്യേകതകളൊന്നുമില്ല അതിന്. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാനില ക്രീം മാത്രം വെച്ച് സ്റ്റാക്ക് ചെയ്തിട്ടുള്ളൊരു കേക്ക്. ഒരു ലാവൻഡർ കളറും അതുപോലെ തന്നെ ചോക്ലേറ്റ് കളറാണ് അതിന് കൊടുത്തേക്കുന്നത്. ഇതൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അതിന് മുകളിൽ നമ്മൾ സ്പാനിഷ് ഡിലൈറ്റിന് ഇടുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, ഈ നട്ട്സൊക്കെ നമ്മൾ ബട്ടറിലും അതേപോലെ കാരമലൈസ്ഡ് ഷുഗറിൽ ചെയ്യുന്ന ആ ഒരു ക്യാൻഡി ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ക്യാൻഡി കൊണ്ട് തന്നെ മുകളിൽ ഇതെടുത്തിട്ടാണ് ആ നടുക്ക് വെച്ചിരിക്കുന്ന പൂവും അതുപോലെ സൈഡിലുള്ള ഡെക്കറേഷനും ചെയ്തത്. ഇതൊരു നല്ലൊരു അടിപൊളി കേക്കായിരുന്നു. പിന്നെ ഇത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിസൈനായിരുന്നു. ഇത് ഒരു നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഡിസൈൻ ചെയ്തത് ഒരു വിരിഞ്ഞ ഒരു റോസ് ഫ്ലവേഴ്സ് അല്ല ഞാനിൽ കൊടുത്തത്. കുറച്ചൊന്ന് അടഞ്ഞു നിൽക്കുന്ന പോലത്തെ റോസ് ഫ്ലവേഴ്സ് കൊടുത്തിട്ട് 2-3 മുട്ടുകൾ അപ്പുറത്ത് കൊടുത്തിട്ടാണ് ഒരു സൈഡിൽ മാത്രം. അവർക്ക് ആ വൈറ്റ് കളർ അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തൊരു ബർത്ത്ഡേ കേക്കായിരുന്നു. പിന്നെ അടുത്തത് ചെയ്തത് ഒരു വാനില കേക്കാണ്. അവർക്ക് അതിലൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെക്കണമെന്ന് നിർബന്ധം പറഞ്ഞത് കൊണ്ട് മാത്രം വെച്ച് ചെയ്ത് കൊടുത്തൊരു കേക്കാണ്. 4 കപ്പ് കേക്ക്സും കേക്ക് പോപ്സും അതിനൊപ്പം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തന്നെയാണ്. ഒരു റെഡ് യെല്ലോ കോമ്പിനേഷനിലാണ് അത് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്തിട്ടുള്ള ഫ്ലവർ അത്ര അധികം ചെയ്തിട്ടില്ല, എങ്കിലും ഒരു 3 ഫ്ലവർ വെച്ചിട്ടാണ് അത് ചെയ്തത്. നമ്മളധികം മധുരമൊന്നും ഇല്ലാതെ ചെയ്ത് കൊടുത്തൊരു കേക്കാണ്. അതിൻ്റെ ഒപ്പം കേക്ക് പോപ്സും കൊടുത്തിരുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് തീം കേക്കാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണ്. വലിയ വർക്കൊന്നും അതുമ്മ ചെയ്യാനൊന്നുമില്ല. കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. പിന്നെ ബാസ്ക്കറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റ് ചെയ്യാം. ഞാൻ ഫോണ്ടൻ്റ് അല്ല ചെയ്തത്. ഞാനിവിടെ നോർമൽ ക്രീം തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൽ കുഞ്ഞ് ഒരു ഗ്രീൻ കളറ് അതിന് കൊടുത്തതേ ഉള്ളൂ. വേണമെങ്കിൽ ഫോണ്ടൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും അടിപൊളിയായിരിക്കും. ഞാനത് ചെയ്തില്ല. ഫോണ്ടൻ്റ് എലിമെൻറ്റ്സ് ഒന്നും അതിൽ ചെയ്തില്ല. പിന്നെ നമുക്ക് എഡിബിളായിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈ വേഫേഴ്സ് അതിന് വെച്ച് കൊടുത്തു. ഒരു ഫ്ലവറിമേയും വെച്ച് കൊടുത്തു. ഉണ്ടാക്കി വെച്ചപ്പോൾ മോനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണ്. പിന്നെ കുറച്ച് കളേഴ്സ് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അതിന്.
എങ്കിലും കാണാൻ നല്ലൊരു കേക്കായിരുന്നു. നെക്സ്റ്റ് ചെയ്തത് ഒരു ഗ്രീൻ കളർ തീം വരുന്നൊരു കേക്കാണ് ചെയ്തത്. നടുക്കൊരൊറ്റ ഫ്ലവറും കുറച്ച് ലീവ്സും വരച്ചു. വൈറ്റ് ചോക്ലേറ്റ് ഗ്രീനിൽ മാത്രം ചെയ്തിട്ട് കേക്കുമ്മ ചെയ്തു. സൈഡിലും ഒരു നല്ല ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതിൻ്റെ കൂടെ കേക്ക് പോപ്സ് ഉണ്ടായിരുന്നു. സൈഡിൽ ചെയ്ത് കൊടുത്തത് കാരണം കൊണ്ട് തന്നെ ആ കേക്കിന് നല്ലൊരു ഇടുപ്പ് തോന്നി. ഒരു 1 kg ആയിരുന്നില്ല, അത് കാണുമ്പോൾ തന്നെ ഒരു 2 kg വരുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ നെക്സ്റ്റ് ചെയ്തത് ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു. അവർ തന്ന ഒരു മോഡലാണത്. എനിക്കിഷ്ടപ്പെട്ടു ആ മോഡൽ. ചുറ്റും നമ്മുടെ പെറ്റൽസ് നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് പെറ്റൽസ് വെച്ച് കൊടുത്തിട്ട് ലവിൻ്റെ ഷേപ്പ് നടുക്ക് കൊടുത്തു. പിന്നെ ആ നെയിമും അതേപോലെ തന്നെ സൈഡിൽ വെച്ചേക്കുന്നതും ഫോണ്ടൻറ്റിൽ ചെയ്തു. അതിന് കുറച്ച് മറ്റേ നമ്മുടെ ബീഡ്സ് ഇട്ട് കൊടുത്തു. ഫോണ്ടൻറ്റ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അവരുടെ ആ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് വേറെ എന്തിലവിടെ വെച്ചാലും എനിക്ക് ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഫോണ്ടൻറ്റിൽ ചെയ്തത്. അവരുടെ 9th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നെ നോർമൽ റെഡ് കളറിൽ നമ്മൾ ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിന് മുകളിൽ ഫോണ്ടൻറ്റ് വെച്ച് ചുറ്റും പെറ്റൽസ് വരച്ച് കൊടുത്തിട്ടാണ് ഈ കേക്ക് ചെയ്തത്. ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് കസ്റ്റമറിന്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈൻ. നെക്സ്റ്റ് വരുന്നത് ഒരു ബർത്ത്ഡേ കേക്കാണ്. ഒരു 2 ടയർ കേക്കാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു 2 ടയറിൻ്റെ ഒരു ഇല്ലെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു ഷേപ്പാണ് അതിന് ചെയ്തത്. സ്പാനിഷ് ഡിലൈറ്റാണ് കേക്ക്. അതിൽ നമ്മുടെ ഉള്ളിലുള്ള ക്യാൻഡി നമ്മൾ കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. പിന്നെ കാരമലൈസ്ഡ് ചെയ്തിട്ടുള്ള മറ്റേ ഷുഗർ സിറപ്പൊക്കെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ വെച്ചിട്ടാണ് നമ്മളൊരു ഫ്ലവേഴ്സ് പോലെ ആ പെറ്റൽസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ പെറ്റൽസിൻ്റെ ടെക്സ്ചറിന് നല്ല മാച്ച് ആവുന്ന രീതിയിൽ ഒരു ബർത്ത്ഡേയുടെ ബോർഡും കൂടി അതിന് വെച്ച് കൊടുത്തു. ഒരു അടിപൊളി കേക്കായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഓർഡറായിരുന്നു അത്. ചുറ്റും നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇത്തിരി കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് കൂടി അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക ചെയ്തത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ജസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ വേറെ സ്പെഷ്യൽ ഡിസൈനൊന്നും അതിന് ചെയ്തില്ല. അപ്പോൾ അത് വളരെ പെട്ടെന്ന് പണി കഴിഞ്ഞു. 2 ടയർ ചുമ്മാ വെച്ചു. ഈ ഡെക്കറേഷൻസ് ഇത്ര സിമ്പിൾ ഡെക്കറേഷൻസ് ചെയ്തപ്പോൾ തന്നെ കേക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുത്ത കുറച്ച് കേക്ക് മോഡലുകൾ. ആർക്കെങ്കിലുമൊക്കെ ഹോം ബേക്കേഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മോഡൽസൊക്കെ ഇങ്ങനെ കിട്ടാൻ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഏതെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഏതെങ്കിലും കേക്കിൻ്റെ മോഡൽസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. നമ്മളത് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.